അമൽ, യോഗത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് എപ്പോഴാണ് നാമനിർദ്ദേശം പത്രിക സമർപ്പിക്കുക? നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് എന്തായാലും ഇപ്പോൾ ഹാരിസ് ബീരാനെ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത്. ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നേരത്തെ മറ്റു ചില പേരുകൾ കൂടി പരിഗണിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ ഹാരിസ് ബീരാന്റെ പേരിലേക്ക് തന്നെ എത്തിച്ചേരുകയായിരുന്നു. ഫൈസൽ ബാബുവും പി കെ ഫിറോസും അടക്കമുള്ള നിരവധി ആളുകളെ നേരത്തെ പരിഗണിച്ചിരുന്നു. ആ പരിഗണിച്ച ശേഷമാണ് ചർച്ചകൾ ഒടുവിൽ ഹാരിസ് ബീരാന്റെ പേരിലേക്ക് എത്തുന്നത്. MSF-ലൂടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് എത്തിയ ഹാരിസ് ബീരാൻ നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട കേസുകളും മറ്റുമൊക്കെ ലീഗിനായി ഹാജരാകുന്നത് ഹാരിസ് ബീരാനാണ്. എന്തായാലും ഹാരിസ് ബീരാന്റെ പേരിൽ ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ശരി അമൽ. അമൽ, ഇപ്പോഴും യോഗം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഒരു വ്യവസായിയുടെ, ഒരു പ്രവാസിയായ വ്യവസായിയുടെ കൂടി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പേര് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും യുവത്വത്തിന് ഒരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന ഫൈസൽ ബാബുവും അതോടൊപ്പം തന്നെ പി കെ ഫിറോസും അടക്കമുള്ളവർ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഡൽഹി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിക്കുന്നയാളാണ് ഹാരിസ് ബീരാൻ. മാത്രമല്ല ഈ CAA അടക്കമുള്ള ലീഗിന്റെ നിയമപോരാട്ടങ്ങളിലെല്ലാം തന്നെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ സുപ്രീം കോടതിയിലടക്കം നിരന്തരം ഹാജരാകുന്ന ഒരു അഭിഭാഷകൻ. ആ അഭിഭാഷകനെ അവിടേക്ക് രാജ്യസഭയിലേക്ക് അയച്ചാൽ അത് ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തുകയായിരുന്നു. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ ആദ്യഘട്ടത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതാക്കന്മാരുമായി നേരിട്ട് സംസാരിച്ച് ആ വിഷയത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുകയായിരുന്നു. നിലവിലെന്തായാലും മറ്റു പേരുകളൊന്നും ഇന്നത്തെ ദിവസം ചർച്ച ചെയ്തില്ല. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പരിപൂർണ പിന്തുണ ഹാരിസ് ബീരാൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഹാരിസ് ബീരാനെ നിയോഗിക്കുന്നതാകും കൂടുതൽ ഉചിതം എന്നൊരു തീരുമാനത്തിലേക്ക് തങ്ങളെത്തി. ആ തീരുമാനം മറ്റുള്ള നേതാക്കളെ അറിയിക്കുകയായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാം എന്നൊരു ധാരണയിലേക്കാണ് ഇപ്പോൾ എന്തായാലും എത്തിയിരിക്കുന്നത്. ഈ ഹാരിസ് ബീരാൻ ഇപ്പോൾ നിലവിൽ പാണക്കാട് തങ്ങൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കൾക്കൊപ്പം ഹാരിസ് ഇവിടേക്ക് എത്തുകയാണ്. എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു. ഡൽഹിയിലാണോ എറണാകുളത്താണോ എന്ന അവ്യക്തത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്തായാലും ഹാരിസ് ബീരാൻ തങ്ങൾ ഹാളിലേക്ക് നേതാക്കൾക്കൊപ്പം എത്തിയിട്ടുണ്ട്.